ഹലോ, ഇന്നൊരു മടി പിടിച്ച ദിവസമാണേ. ഞാൻ ആകെ ഈ ചെമ്മീൻ ചമ്മന്തിയും ഈ കായമെഴുക്കുവരട്ടിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളേ. അപ്പോൾ ഇനി എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികൾ പറഞ്ഞേ അവരെന്തോ റീൽസിൽ കണ്ട ഒരു മുട്ടപ്പൊതി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും എളുപ്പമായല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 3-4 കുഞ്ഞുള്ളിയും അരിഞ്ഞ് അതിലേക്ക് ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഇളക്കി വെച്ചു. പിന്നെ നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് മുട്ടയിട്ട് നല്ല ആ വട്ടത്തിൽ തന്നെ അങ്ങ് പരത്തിയെടുത്തു. ഇത് ചുമ്മാതാണ് കേട്ടോ, ഒന്നും പ്രത്യേകിച്ച് ഒരു റെസിപ്പി എന്നൊന്നും പറയാനൊന്നുമില്ല. നമ്മൾ ആ വെറുതെ ഒരു എന്താ പറയുക, പിള്ളേരുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആ മുട്ട ഒരു സൈഡ് റെഡി ആയപ്പോഴത്തേക്കും നമ്മളതൊന്ന് തിരിച്ചിട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് കൂടി റെഡിയായി വരുന്നുണ്ട്. തീ ഞാൻ ഭയങ്കര സിമ്മിലാണ് ഇട്ടത്, ഏറ്റവും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കണം. കുറച്ച് ചോറ് ഞാൻ അതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിലുള്ള കൂട്ടാൻ എന്താണോ അത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, കായമെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട്. പിന്നെ ആ ഒരു ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിയും ഉണ്ട്. അത് രണ്ടും ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുവാണേ. ഇത് സാധാരണ നമ്മൾ മുട്ട വറുത്തത് കൂട്ടി ചോറ് കഴിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പിന്നെ ഇതൊരു പ്രത്യേക ഒരു രസമായിട്ട് കാണുമ്പോഴുള്ളൊരു വ്യത്യാസം. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അവർ ആ റീൽ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുട്ടപ്പൊതി എന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇതൊരു റെസിപ്പി എന്നൊന്നും പറയാനില്ല. കാരണം നമ്മൾ സാധാരണ മുട്ട പൊരിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ആ ചോറും ചമ്മന്തിയും ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ആ മുട്ട ഇങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഈ രീതിയിൽ മടക്കി വെക്കാനേ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ മുട്ടപ്പൊതി ഞാനത് പ്ലേറ്റിലേക്ക് എടുത്തു. ഇനി ആ ചോറും ഇതും മുട്ടയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടപ്പൊതി കേട്ടോ. അങ്ങനെ മുട്ടപ്പൊതി പിള്ളേർ വളരെ ഇഷ്ടത്തോടെ കഴിച്ചു. അപ്പോൾ എനിക്കും എളുപ്പമായി. വളരെ സിമ്പിളായിട്ട് ലഞ്ച് റെഡിയായി. താങ്ക് യു.